പേര് കേൾക്കുമ്പോൾ ദേഷ്യവും വെറുപ്പും തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അതേ കണ്ണൻ തന്നെ വരുമാന മാർഗമായതിൽ ഒരു കഥയുണ്ട്. പലരും കരുതിയത് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണനെ വരയ്ക്കുന്നതെന്നാ. അതൊന്നുമല്ല. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ എന്നെ കണ്ണാന്ന് വിളിക്കായിരുന്നു. ഏകദേശം ഒരു 5-6 വയസ്സ് തൊട്ടിട്ടേ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കണ്ണൻ എന്നുള്ളത്. എങ്ങനെയാ വിളിപ്പേര് വന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് വീടിനടുത്തൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവനുണ്ടെങ്കിലേ മദ്രസയിലും സ്കൂളിലും ഞാൻ പോവുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ സഹോദരന്മാര് കല്യാണം കഴിച്ച സമയത്ത് അവരും അറിഞ്ഞു ഞാനും അവനും ഒരുമിച്ചാ നടക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഞാൻ രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വീടിന്റെ പുറകുവശത്ത് പോയിട്ട് അവനെ വിളിക്കുകയായിരുന്നു. അപ്പൊ അവിടുന്ന് അവര് തിരിച്ചു വിളിച്ചു പറയും, അവൻ പോയി എന്ന് പറയും. സംഭവം അവൻ പോയിട്ടുണ്ടാവില്ല, എന്റെ കരച്ചില് കേൾക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്നതാണ്. അത് കേൾക്കലും വീടിന് ചുറ്റും ഒരു 3-4 റൗണ്ട് ഞാൻ കരഞ്ഞോണ്ട് ഓടുകയായിരുന്നു, എന്നെ കൂട്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ ആ പരിപാടി ഞാൻ സ്ഥിരാക്കി, അവരും വിളിച്ചു പറയലത് സ്ഥിരാക്കി. അങ്ങനെ എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. രണ്ടാമത്തെ ആൾക്ക് 4ാം ക്ലാസ്സിലൊരു പദ്യം ഉണ്ടായിരുന്നു, നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. ആ പദ്യം പാടുന്ന സമയത്ത് ഇവളൊന്ന് എന്റെ മുഖത്ത് നോക്കി. അപ്പൊ തോന്നിയത് എന്നെ കളിയാക്കി പാടുന്നതാണല്ലോ, വീടിന് ചുറ്റും ഓടി നടക്കല് ഞാനാണല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോഴേക്ക് ഞാൻ പിന്നെയും കരയല് തുടങ്ങി. അങ്ങനെ എല്ലാ വീട്ടിലും ഉള്ളത് ഓണം ഏട്ടാനിയത്തിമാര് തമ്മിൽ ഉള്ള അടി എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവക്ക് ദേഷ്യം തോന്നുന്ന സമയത്തൊക്കെ ഇവള് പാട്ട് പാടൽ തുടങ്ങി. അങ്ങനെ ആ പാട്ടിന്റെ പുറത്ത് അതെന്റെ ഉമ്മ അറിയല് തുടങ്ങി. അങ്ങനെ അതിലുണ്ട് എന്തോ കിണ്ണൊക്കെ എടുത്ത് കാട്ടിലെറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയുടെ ഉമ്മ പറഞ്ഞു, നമുക്ക് ഇവളെ കിണ്ണാന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കിണ്ണാന്ന് വിളിയൊരു സുഖമല്ല എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ കണ്ണാന്നാക്കി. അങ്ങനെ കുടുംബത്തിലൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഈ കണ്ണാന്ന് വിളിക്കും. അപ്പം ഭയങ്കരമായിട്ട് ഷെയിമായിട്ട് തോന്നിയും ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് തോന്നുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ണാന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ. അങ്ങനെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നു. അവരും എന്നെ കണ്ണാന്ന് വിളിച്ചു. സത്യമായിട്ട് എനിക്ക് അന്നും സങ്കടമായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ എനിക്ക് അവരുടെ സുഹൃത്തിന്റെ വീട്ടില് ഒരു സൽക്കാരത്തിന് പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ കണ്ണനെ കാണുന്നത്. കണ്ണനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഈ ഒരു കുഞ്ഞു വാവനെ പിടിച്ചിട്ടാണല്ലോ ഇത്രയും കാലം എന്നെ കളിയാക്കിയിരുന്നു, അതിന്റെ പേരിലാണല്ലോ ഇത്രയും കാലം ഞാൻ കരഞ്ഞതെന്ന് ഓർത്തപ്പം ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പിന്നീട് എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ നോട്ട് ചെയ്യൽ തുടങ്ങി. കല്യാണം വരെ ഒരു അമ്പലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് മുസ്ലിംസ് ആണ്. ഹിന്ദുക്കൾ ഉണ്ട്, പക്ഷെങ്കിൽ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരെന്ന് തന്നെ പറയാം. തോനെയും മുസ്ലിംസ് തന്നെയാണ് ഉള്ളത്. നമുക്ക് വീട്ടിലൊരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് ചാനൽ മാറ്റിയില്ല മെയിൻ സ്വിച്ച് ഓഫ് ആക്കിക്കാളും. ഈ അമ്പലം വരുന്ന സമയത്തൊക്കെ മറ്റേ ഒരു മ്യൂസിക് ഇടുമല്ലോ, അപ്പൊ അതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു വീട്ടില്. അങ്ങനെ ഇരിക്കെ പിന്നീട് ഇവിടെ കണ്ണനെ കാണുമ്പോൾ നോട്ട് ചെയ്യൽ തുടങ്ങി. 2013-14 കാലഘട്ടങ്ങളിലാണ് എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട് പൊളിച്ചത് കൊണ്ട് ഒരു ഷെഡ് വെച്ചിട്ട് അതിലായിരുന്നു താമസം. മണ്ണെടുത്ത സ്ഥലവും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ വീണിട്ടുണ്ടായിരുന്നു. അപ്പം ബെഡ് റെസ്റ്റ് ആയിരുന്നു, തീരും അനങ്ങരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പേപ്പറിന്റെ കൂട്ടത്തിലാണ് ഞാനൊരു കണ്ണനെ കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വരച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കണ്ണനെ വരയ്ക്കുന്നത്. അതുവരെ ജീവിതത്തിൽ ഒരു ചിത്രവും ഞാൻ വരച്ചിട്ടില്ല. ആദ്യമായിട്ട് വരയ്ക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരെ ഞാൻ കോപ്പി അടിച്ച ഒരാളാണ്, നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ട്. അങ്ങനെ കണ്ണനെ വരച്ചു. കണ്ണന് നന്നായി എന്നൊന്നും പറയാനില്ല, പക്ഷെങ്കിൽ ഒരു രൂപം വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു, കണ്ണനൊക്കെ അടിപൊളിയാണ്, നീ ഇത് വീട്ടിൽ വെക്കണ്ട, ഹസ്ബൻഡിന്റെ വീട്ടുകാരല്ല എന്റെ വീട്ടുകാർ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് ശങ്കരേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ. ഞാൻ ആദ്യമായിട്ട് വരച്ച ചിത്രമാണല്ലോ. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, ശങ്കരേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, ഞാൻ ഫ്രെയിം ചെയ്ത് കൊണ്ടുതരാന്ന് പറഞ്ഞു. എനിക്ക് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുതന്നു. അങ്ങനെ ഞാൻ ശങ്കരേട്ടന് ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ശങ്കരേട്ടൻ എന്ന് പറയുന്നത് എന്റെ നാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം എന്ന് പറയുന്നത് അമ്പലത്തിലെ പൂജാരിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏജ് ഓവർ ആയതുകൊണ്ട് ഡോക്ടറും പ്രതീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ചേച്ചി ഗർഭിണിയാവുന്നതൊക്കെ അബോർഷനായി പോകുന്നൊരു കാര്യങ്ങള്. അങ്ങനെ ഇരിക്കെ നമ്മുടെ കണ്ണൻ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് അവിടെ ചേച്ചി ഗർഭിണിയായി.
ഗർഭിണിയായ സമയത്ത് ഇവര് എന്തോ ജ്യോത്സ്യരെടുത്തങ്ങാൻ പോയതാണ്. ആ കുഞ്ഞു അബോഷനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജ്യോത്സ്യരെടുത്ത് പോയപ്പോ ജ്യോത്സ്യര് രാശി വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു, ദൈവസാന്നിധ്യം വല്ലാതെ കാണുന്നുണ്ടല്ലോ വീട്ടില്, എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ശങ്കരേട്ടൻ പറഞ്ഞു, കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജ്യോത്സ്യർ പറഞ്ഞു, കുഞ്ഞ് ഏതായാലും നമുക്കുള്ള കുഞ്ഞ് തന്നെയാണ്, ഇങ്ങനെ വീട്ടില് ദൈവസാന്നിധ്യം വല്ലാണ്ട് കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ ഇങ്ങനെ ഒരു മുസ്ലിം കുട്ടി ഒരു കണ്ണനെയായിട്ട് വരച്ചു കൊണ്ടു തന്നിട്ടുണ്ട്. അത് എടുത്തു വെച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ താമരശ്ശേരി പൂനൂരാണ് സ്ഥലം. പൂനൂരത്തെ ഒരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് അത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയും വിശ്വാസപരമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുള്ള ഒരു ഏരിയ ആണ് എന്റേത്. അങ്ങനെ ഇരിക്കെ ആ ആൾക്കത് ഒരു കൗതുകമായിട്ട് തോന്നി. ആള് ചോദിച്ചു, അവളുടെ പേരും നാളും കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ശങ്കരേട്ടൻ വിളിച്ചു, എന്റെ പേരും നാളൊക്കെ ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ എന്തോ കാരണം കൊണ്ട് വരയ്ക്കുന്നു എന്ന് അവര് പറഞ്ഞു. ഞാൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ നിന്നില്ല. ഞാനൊരു ചെവി കൂടിയൊക്കെ ഇട്ടു, വേറൊരു ചെവി കൂടിയെ വിട്ടു. പക്ഷെ ശങ്കരേട്ടൻ ഇതൊന്നും വിട്ടില്ല. ശങ്കരേട്ടൻ ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ശങ്കരേട്ടന്റെ അടുത്ത് ബാധവയിപ്പിക്കാനും പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ശങ്കരേട്ടൻ കാണിച്ചു കൊടുക്കൽ തുടങ്ങി. ദേ മുസ്ലിം കുട്ടി വരച്ച കണ്ണനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് കാണുന്നവർക്കും അത്ഭുതമായിട്ട് തോന്നി. ശങ്കരേട്ടൻ പറഞ്ഞു, ശങ്കരേട്ടന്റെ വീട്ടില് ആ കണ്ണൻ വന്നതിന് ശേഷം എന്നെ മാറ്റങ്ങളും സംഭവിക്കല് തുടങ്ങി എന്നുള്ളൊരു കാര്യം ശങ്കരേട്ടൻ പറയൽ തുടങ്ങി. അത് കേട്ട് അവിടെയുള്ള ആൾക്കാര് എന്റെ നമ്പർ ചോദിച്ചു മേടിച്ച് എന്നെ വിളിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ ഒരു പരിപാടിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കണ്ണനെ വരയ്ക്കൽ തുടങ്ങിയത്. പലരും വിളിച്ച് അവരുടെ കഷ്ടപ്പാട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വരച്ചു തരാം എന്നുള്ള രീതിയിൽ ഞാൻ വരച്ചു കൊടുക്കൽ തുടങ്ങി. പിന്നീട് ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി തുടങ്ങി. ഇപ്പൊ 10 വർഷത്തോളായി ഞാൻ കണ്ണനെ വരയ്ക്കുന്നത്. 1000-ന് പുറത്ത് കണ്ണനെ ഞാനിപ്പോ വരച്ചു പോയിട്ടുണ്ടാവും. അത്രത്തോളം ആൾക്കാർ കണ്ണനെ തേടി വരാൻ തുടങ്ങി. അങ്ങനെ 1 വർഷത്തോളം കാലം ഞാനിത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് പറഞ്ഞു, നിർത്തിക്കോ, ഇതിനി എനിക്ക് പൈസ മുടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ചെറിയ പൈസ മേടിക്കൽ. ആദ്യം ചെറിയ തുക, നമ്മുടെ ചെലവും കഴിച്ചിട്ട് ഒരു ചെറിയൊരു തുകയായിരുന്നു മേടിക്കല്. പിന്നെ ആൾക്കാർ കൂടിക്കൂടി വന്നു, സാധനങ്ങൾക്ക് വില കൂടിക്കൂടി തുടങ്ങി. പിന്നീട് ഇതൊരു വരുമാന മാർഗമാക്കിയിട്ട് ഞാൻ മാറ്റിയെടുക്കുകയായിരുന്നു. ആദ്യമൊക്കെ വര തുടങ്ങി ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് പലരും പറഞ്ഞുണ്ടാക്കി, ഇതൊരു ബിസിനസ് മൈൻഡാണ്, ഇവള് കണ്ണനെ മാത്രം വരയ്ക്കുന്നത് ഒരു ബിസിനസ് മൈൻഡാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കല് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇത് മാത്രം വരയ്ക്കല്ലേ, വേറെയും എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞ സമയത്താണ് എന്റെ നാട്ടിലുണ്ട് ഓടക്കാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലം. അവരൊരിക്കൽ കണ്ണനെ മേടിച്ചതാണ്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നിനക്കൊരു ധനലക്ഷ്മിനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് എനിക്ക് കിട്ടിയൊരു ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടക്കാളി ക്ഷേത്രക്കാർക്ക് വേണ്ടിയിട്ട് ധനലക്ഷ്മിനെ വരച്ചു. പക്ഷെ അതൊരു ദരിദ്രലക്ഷ്മി എന്ന് തന്നെ പറയാം. ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും അമ്പലത്തിൽ ആ ഫോട്ടോ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയോ വർഷങ്ങളായി, എന്റെ ഒരു അറിവ് വെച്ചിട്ട് 8 വർഷത്തോളം കണ്ടായി ആ ഫോട്ടോ അവിടെ വെക്കുന്നത്. പക്ഷെ ഒട്ടും നന്നായിട്ടില്ല. ഞാൻ അത് മാത്രമല്ല, വേറെയും ഗണപതി ഞാൻ ഈ പറഞ്ഞതുപോണം കണ്ണൻ കുറച്ചുകൂടി മുതിർന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരച്ചു നോക്കി. പക്ഷെ ഒന്നും നന്നാകുന്നില്ല. പക്ഷെ കുഞ്ഞി കണ്ണന്മാരെ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് നന്നാക്കാൻ പറ്റുന്നുണ്ട്. വലുത് പറ്റുന്നില്ല എന്നുള്ളത്, വലുത് എന്നല്ല, വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഈ കുഞ്ഞിക്കണ്ണൻ വെണ്ണക്കണ്ണൻ ഇത് രണ്ടുമാണ് എനിക്ക് മെയിൻ ആയിട്ട് നന്നാകുന്നത്. കുഞ്ഞിൽ ഏതൊരു രൂപം വേണമെങ്കിലും വരയ്ക്കും, പക്ഷെ ഫേസ് എല്ലാം ഒരേപോലെയായി വരിക ചെയ്യുന്നത്. അത് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനായാലും വെണ്ണക്കണ്ണനായാലും ഒക്കെ ഫേസ് ഒരു പോണായിരിക്കും, രൂപമാറ്റങ്ങൾ മാറുക എന്നല്ലാതെ. ഈ ഞാൻ ആദ്യം വരച്ചതെന്ന് പറയുന്നത് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനാണ്. അങ്ങനെ ഇരിക്കെയാണ് 2016 തൊട്ടിട്ടാണ് ഈ പറഞ്ഞതോണം മെയിനായിട്ട് വെണ്ണക്കണ്ണൻ വരയ്ക്കൽ തുടങ്ങിയത്. അതെന്ന് വെച്ചാല് ഈ പറഞ്ഞതോണം ഞാൻ ഇവിടെ 2016 ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ നാട്ടിൽ വരുന്നൊരു സമയത്തൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പത്രക്കാരൻ ഇങ്ങനെ വെറുതെ എന്റെ അടുത്ത് ചോദിച്ചു, ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത എന്ന് പോയിട്ട് എന്താ പറയാ, പെയിന്റ് എങ്ങനെ മിക്സ് ചെയ്യാന്ന് പോലും അറിയാത്തൊരു ആളായിരുന്നു ഞാൻ പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചില ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ഈ വെണ്ണക്കുടത്തിന്റെ അകത്ത് കൈയിട്ടുണ്ട്, അത് ഭയത്തോടെ നിൽക്കുന്ന കണ്ണനായിരിക്കും. ആരെങ്കിലും പെട്ടെന്ന് വരുമോ എന്നുള്ള മോഷ്ടിക്കുന്ന ഒരു കണ്ണന്റെ ഇതാണല്ലോ. അപ്പൊ ആരായാലും മോഷ്ടിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവില്ലോ, ടെൻഷൻ ഉണ്ടാവില്ലോ, അതായിട്ട് നിൽക്കുന്ന കണ്ണനാണ്. ചിലത് നിങ്ങൾക്ക് കാണാം ചുണ്ടിന്റെ മുകളിൽ വെണ്ണയായിട്ടുള്ളത്,
അതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു തൃപ്തി അടങ്ങിയൊരു മറ്റിലൊന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നിൽക്കുന്ന ഒരു ആ ഫോട്ടോ ആണ് അങ്ങനെ വരുന്നത്. അത് രണ്ടുമല്ല. ഇഷ്ടഭക്ഷണം കയ്യിലേന്തിയിട്ടുണ്ട്. ഇതിനി എനിക്ക് സ്വന്തം എന്നുള്ള രീതിയിൽ ആ സന്തോഷം എനിക്ക് ഈ ഫോട്ടോയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നു. അത് കേട്ട് പിന്നെ എല്ലാവർക്കും ഈ വെണ്ണക്കണ്ണം മതി, ഞാൻ വേറൊരു കണ്ണം വരച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവരൊരു അയ്യോ വേണ്ട, എനിക്ക് വെണ്ണക്കണ്ണം തന്നെ മതി. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് 2016 തൊട്ടിട്ട് വെണ്ണക്കണ്ണം തന്നെയാണ് സ്ഥിരമായിട്ട് വരച്ചത്. 1-2 എണ്ണം ഞാൻ അല്ലാത്ത ഫോട്ടോ വരച്ചു എന്നല്ലാതെ ബാക്കി മുഴുവനവും ഈ പറഞ്ഞ വെണ്ണക്കണ്ണനെയാണ് ഞാൻ വരച്ചത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ചിത്രവര രംഗത്തേക്ക് എത്തിയത്. ഇപ്പയും കണ്ണനെ വേണമെന്ന് പറഞ്ഞ് എത്തുന്ന ആൾക്കാർ അനേക ആൾക്കാരാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ആ ചുറ്റുവട്ടത്ത് അല്ലെ ഈ കോഴിക്കോട് ജില്ലയായിരുന്നു. പക്ഷെ ഇപ്പൊ കോഴിക്കോട് ജില്ല എന്നല്ല, ഞാൻ പുറത്തേക്ക് വരെയപ്പം കണ്ണനെ കൊറിയർ ചെയ്യൽ തുടങ്ങി. ഇങ്ങനെയാണ് എൻ്റെ കണ്ണൻ എനിക്ക് വരുമാന മാർഗമായി വന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ മതസൗഹാർദ്ദം കാണിക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിനും അല്ല. ഞാൻ പോലും ലോകത്തിൽ, ഞാൻ എപ്പോഴും പറയും, ലോകത്തിൽ ചിത്രവര അറിയാതെ ചിത്രകാരിയായ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ അത് ഞാനായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഈ കണ്ണനെ ഞാൻ വര തുടങ്ങിയതും ഇങ്ങനെ വരുമാന മാർഗമാക്കിയതും.